ആകാശത്ത് വിരിച്ചിട്ട ആ ചുവന്ന പരവതാനിയും യാത്രികരെ രാജാക്കന്മാരെപ്പോലെ സ്വീകരിക്കുന്ന എയർ ഹോസ്റ്റസുമാരും വിമാനയാത്രയെന്നത് വെറുമൊരു യാത്രയല്ല, അതൊരു 5 സ്റ്റാർ അനുഭവമാണെന്ന് ഇന്ത്യക്കാരെ പഠിപ്പിച്ച ഒരേയൊരു പേര് കിങ്ഫിഷർ എയർലൈൻസ്. 2005-ൽ കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്നറിയപ്പെട്ടിരുന്ന വിജയ് മല്യ ഈ എയർലൈൻ തുടങ്ങുമ്പോൾ ഇന്ത്യൻ ഏവിയേഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മാന്ത്രികതയ്ക്കാണ് തുടക്കം കുറിച്ചത്. അതുവരെ വിമാനയാത്ര എന്നത് വിരസമായ ഒന്നായിരുന്നുവെങ്കിൽ കിങ്ഫിഷർ അത് മാറ്റിമറിച്ചു. എക്കണോമി ക്ലാസ്സിൽ പോലും മികച്ച ഷെഫുകൾ തയ്യാറാക്കിയ ഭക്ഷണം, ഓരോ സീറ്റിനു പിന്നിലും സിനിമകൾ കാണാനുള്ള വ്യക്തിഗത സ്ക്രീനുകൾ, യാത്രികർക്ക് പ്രീമിയം ഗിഫ്റ്റ് ബാഗുകൾ, ഒരു രാജകീയ സൽക്കാരം തന്നെയായിരുന്നു ഓരോ ഫ്ലൈറ്റും. വളരെ കുറഞ്ഞ കാലം കൊണ്ടുതന്നെ ഇൻഡിഗോയെയും ജെറ്റ് എയർവേസിനെയും ഒക്കെ വെല്ലുവിളിച്ച് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഡൊമസ്റ്റിക് എയർലൈനായി അവർ കുതിച്ചുയർന്നു. എന്നാൽ ഒരു ബിസിനസ്സിൽ സംരംഭകന്റെ ഈഗോയും അഹങ്കാരവും കടന്നുവന്നാൽ എന്ത് സംഭവിക്കും? കിങ്ഫിഷറിന്റെ തകർച്ച തുടങ്ങുന്നത് 2007-ലാണ്. അന്താരാഷ്ട്ര സർവീസുകൾ തുടങ്ങണമെന്ന മല്യയുടെ ആഗ്രഹവും മറ്റുള്ളവരെ തോൽപ്പിക്കണമെന്ന ഈഗോയും കാരണം കനത്ത നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന എയർ ഡെക്കാൻ എന്ന ലോ കോസ്റ്റ് എയർലൈനെ അദ്ദേഹം വൻ തുക കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. അതൊരു വലിയ ബിസിനസ് ആത്മഹത്യയായിരുന്നു. അതുവരെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രീമിയം ബ്രാൻഡായിരുന്ന കിങ്ഫിഷർ ഒരു ബജറ്റ് എയർലൈൻ എന്ന കോൺസെപ്റ്റ് അവരുമായി ഒത്തുപോകുന്നതായിരുന്നില്ല. എയർ ഡെക്കാനെ കിങ്ഫിഷർ റെഡ് എന്ന് പുനർനാമകരണം ചെയ്തതോടെ കമ്പനിയുടെ ബ്രാൻഡ് ഐഡന്റിറ്റി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. പ്രീമിയം യാത്രികർ പതിയെ കൊഴിഞ്ഞുപോയി. ഇതിനൊപ്പം അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുകകൂടി ചെയ്തതോടെ കമ്പനിയുടെ സാമ്പത്തിക നില താളം തെറ്റി. വാങ്ങിയ വിമാനങ്ങൾക്കൊക്കെ വലിയ വാടകയും അറ്റകുറ്റപ്പണികൾക്കുള്ള ചിലവും കമ്പനിയെ വലിയൊരു കടക്കെണിയിലാക്കി. 2010 ആയപ്പോഴേക്കും ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ആ വലിയ സാമ്രാജ്യം കൂപ്പുകുത്തി. പൈലറ്റുമാരും എഞ്ചിനീയർമാരും സ്ട്രൈക്ക് തുടങ്ങി. ഒടുവിൽ 2012 ഒക്ടോബറിൽ സർക്കാർ അവരുടെ ലൈസൻസ് റദ്ദാക്കിയതോടെ ഇന്ത്യൻ ആകാശത്തെ ഭരിച്ചിരുന്ന ആ ചുവന്ന പക്ഷിയുടെ ചിറകുകൾ എന്നേക്കുമായി ഒടിഞ്ഞു. ആയിരക്കണക്കിന് ജീവനക്കാരുടെ കണ്ണീരും ബാങ്കുകളുടെ 10,000 കോടി രൂപയുടെ കടവും ബാക്കിയാക്കി കമ്പനിയുള്ളമ രാജ്യം വിട്ടു. ഒരു മികച്ച പ്രൊഡക്റ്റും മികച്ച കസ്റ്റമർ എക്സ്പീരിയൻസും ഉണ്ടായിട്ടും തെറ്റായ തീരുമാനങ്ങളും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ഒരു ബിസിനസ്സിനെ എങ്ങനെ തകർക്കുമെന്നതിന്റെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കേസ് സ്റ്റഡിയാണ് കിങ്ഫിഷർ എയർലൈൻസ്.